വീട്ടിലെവിടെങ്കിലും പാൽക്കുപ്പി നിബിളുമുണ്ടെങ്കിൽ അത്യാവശ്യമായി അതെടുത്ത് കഴുകി ഒന്ന് എസൻസിൻ്റെ പ്രവർത്തകരെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം. അത് വാങ്ങിക്കൊടുക്കുന്നത് വേറൊന്നിനുമല്ല, ഒരു അകാല ബാലൻ സങ്കടപ്പെട്ട് കരയുന്നു, വിതുമ്പുന്നു, കണ്ണീർ വാർക്കുന്നു. ആ കരയുന്ന ബാലൻ മറ്റാരുമല്ല, ആ ബാലനാണ് രവിചന്ദ്രൻ ബാലൻ. ഇസ്ലാമോഫോബിയ ബാധിച്ച് യുക്തിവാദി എന്ന മൂടുപടവുമായി നടന്ന് ശാസ്ത്രവാദമെന്ന് പറഞ്ഞ് അല്പം പോലും ശാസ്ത്രമില്ലാത്ത അസത്യങ്ങളും പൊട്ടത്തരങ്ങളും എല്ലായിടവും വിളമ്പുന്ന ചെങ്കിസ് ഖാനെ മുസ്ലിമാണെന്ന് കരുതി അതിൻ്റെ മേൽ വളരെ പ്രകോപിതമായി അദ്ദേഹത്തിനെ ആക്രമിച്ച ശേഷം അതല്ലെന്നറിഞ്ഞപ്പോൾ പിന്നെ മൗനം പാലിച്ച മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തിനോട് വളരെ വികാരനിർഭരമായി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചവർ ഒന്നെങ്കിൽ അതിബുദ്ധിമാനാണ് എന്ന് പറഞ്ഞാൽ ഇയാളെപ്പോലെയുള്ള ഒരാൾ എന്തു മറുപടി പറയും എന്നറിയാൻ, അതല്ലെങ്കിൽ ഒരു മരപ്പൊട്ടനാണ്, ഇയാളുടെ അടിമയായി ജീവിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ രവിചന്ദ്രൻ ദൈവം എന്താണോ പറയുന്നത് അതനുസരിച്ച് ചിന്തകൾ രൂപപ്പെടുത്താനാണ്. ഏതായാലും ചോദ്യവും ഉത്തരവും ഒന്ന് കേൾക്കാം. So what is your opinion on Modi went to airport and hugged Qatar Emir? Do you think that Modi did the just for investment getting from them? അത് മോഡി എന്ത് ചെയ്യുന്നതിൽ എനിക്ക് അനുകൂലമോ പ്രതികൂലമൊന്നുമില്ല. പക്ഷെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് പ്രത്യേകിച്ച് ഖത്തർ പോലെ ഒരു ഭീകര രാജ്യത്തിന്റെ ഒരു എമീർ, അതൊരു ഡൂക്ലി രാജ്യം. എന്താണ് അവർക്ക് ഭീകരവാദത്തിന്റെ മുഖംമൂടി വലിച്ചു കീറി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ അമേരിക്ക ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയെല്ലാം മീഡിയേറ്റർ ആയിട്ടും അതും ഇതുമൊക്കെ ആയിട്ട് കുറെ എണ്ണപ്പണത്തിന്റെ ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ ഒന്നുമില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. ഞാനെപ്പോഴും പറയുന്നത് ഭരണകൂടങ്ങൾ ജനങ്ങൾക്കെതിരെ അല്ലത്, ശ്രദ്ധിക്കണം. എല്ലാ ജനതയും തുല്യരാണ്. അപ്പൊ അയാളെയൊക്കെ പോയി എനിക്കൊന്ന് ഇല്ല ഈ ഒരുമാതിരി ട്രംപിന്റെയും ഇതേപോലെയുള്ള സ്വയം ഈ തന്നെ പുകഴ്ത്തുന്നവരെ വലിയ രീതിയിൽ അങ്ങ് ഇതാക്കുക, തന്നെ അംഗീകരിക്കുന്നവരെ വലിയ ഇതാക്കുക. അപ്പൊ തന്നെ ഏതാണ്ട് കുറെ പേരെ ഇന്ത്യക്കാരെ വെറുതെ വിട്ടു, അത് താൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അപ്പൊ അയാൾ വരുന്നു. ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിവേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് മോദി കാണിക്കുന്ന പല അഭിപ്രായങ്ങളോട് ഒരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ചോദിച്ചോണ്ട് ഞാൻ പറയുന്നത് പുള്ളി ചോദിച്ചോണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ഊള പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഊളയ്ക്ക് എമീറാണ്, എമീറല്ല അമീറാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഒരു ഭീകര രാജ്യം മുഖമൂടി വലിച്ചു കീറിയാൽ ഭീകര രാജ്യമായി തോന്നുന്ന ഒരു രാജ്യം. ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു അന്താരാഷ്ട്ര ഏജൻസിയും അതിൻ്റെ ഏർപ്പാടുകളുമൊക്കെ ഉണ്ട്, അതിൻ്റെ തലവന്മാരുമുണ്ട്. അരിഫ് ഹുസൈനൊക്കെ പുള്ളിയുടെ ടീമിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. അവരാണ് ഖത്തറിനെ ഭീകര രാജ്യമായി കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത്. അല്ലാതെ ലോകത്ത് വേറെ ഏതെങ്കിലും ഏജൻസികളോ അത്തരം ആളുകളോ ഒന്നും ഇതുവരെ ഖത്തർ ഭീകര രാജ്യമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭീകര രാജ്യത്ത് വെച്ച് ഫിഫ വേൾഡ് കപ്പ് നടത്താൻ ഈ ഫുട്ബോൾ അസോസിയേഷൻ അനുവാദം കൊടുക്കത്തില്ലെന്നൊക്കെ ഈ പൊട്ടൻ അറിയാം. എന്നാലും മുസ്ലിം വിരോധം കൊണ്ട് ഈ പൊട്ടൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ ഖത്തറാണോ സൗദി അറേബ്യ ആണോ അല്ലെങ്കിൽ ദുബായ് ആണോ അതൊന്നുമല്ല പ്രശ്നം. ഇതിനെന്തെങ്കിലും പ്രാധാന്യം വന്നു പോകുമോ എന്നോർത്ത് മാത്രം സംസാരിക്കുന്ന ഒരു പൊട്ടനാണ്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കേട്ടില്ലേ, അമേരിക്ക ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ലോകവിവരവും ഒരു ജ്ഞാനവും അല്പം പോലും വിവരമില്ല. നമ്മൾ സാറിന് പറയത്തില്ലേ, അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. അമേരിക്ക എന്നാ ഖത്തറിനെ പൊക്കിയത്? ഖത്തറിനെതിരെ ഉപരോധം ബാക്കിയുള്ള അറബ് രാജ്യങ്ങളെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ചതും അതുപോലെ അൽ ജസീറ TV ഹെഡ് ക്വാർട്ടേഴ്സ് അടയ്ക്കണമെന്നും അത് നിർത്തണമെന്നും അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കരുതെന്നും ഒക്കെ പറഞ്ഞതാരാ? ഈ അമേരിക്കയാണ്. എന്നിട്ട് ആ അമേരിക്കയുടെ കാര്യമാണ് പുള്ളി പറയുന്നത്. അമേരിക്ക പൊക്കിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഖത്തർ അങ്ങനെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകളെ ഇങ്ങോട്ട് വിടുമ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന സംഗതികൾ കൊണ്ട് സത്യം പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഇയാളെ യുക്തിവാദിയാണ് അല്ലെങ്കിൽ ആണ്ട് ശാസ്ത്രവാദിയാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അതിനേക്കാൾ നല്ലത് കുറ്റകരമല്ലാത്ത ഏതെങ്കിലും ഒരു വന്യമൃഗത്തെ നിങ്ങളുടെ ഒരു നേതാവാണെന്നും പറഞ്ഞ് വെച്ച് കൊണ്ടു നടക്കുന്നതല്ലേ നല്ലത്. ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയിലെങ്കിലും അതിൻ്റെ ഒരു സത്യസന്ധത കാണും. സത്യം. അതുകൊണ്ട് ആ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞതാണ്. എവിടെയെങ്കിലും ഈ പാൽക്കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിബിളും പാൽക്കുപ്പിയും വാങ്ങിച്ച് പുള്ളിക്ക് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് കുണുവാവ പോലെ പുള്ളിയെ കിടത്തി ഈ സങ്കടം മാറാൻ വേണ്ടി ആരെങ്കിലും പാല് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.